ഹലോ മക്കളെ, എന്തുണ്ട്? ലക്ഷ്മണ സാന്ത്വനത്തിൻ്റെ 2 ഭാഗങ്ങൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയായിരുന്നോ? ഇനി പറയുന്നത് ചോദ്യോത്തരത്തെക്കുറിച്ചാണ്. അതായത് ജീവിതത്തിൻ്റെ നശ്വരത ബോധ്യപ്പെടുത്താൻ ശ്രീരാമൻ എന്തെല്ലാം കാര്യങ്ങളാണ് ലക്ഷ്മണനോട് പറയുന്നത്? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചോദ്യോത്തരം എഴുതേണ്ടത്? ആദ്യം നമുക്കതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം, അല്ലേ? ഇൻട്രൊഡക്ഷൻ എഴുതാൻ മറക്കരുത്. അതായത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിൽ നിന്നെടുത്ത ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗത്തിലേതാണ് പ്രതിപാദ്യം എന്ന് നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പോൾ അതുപോലെ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് ക്രോധാവാനായ ലക്ഷ്മണനെ, കുപിതനായ ലക്ഷ്മണനെ ശ്രീരാമൻ ജീവിതത്തിൻ്റെ നശ്വരത എന്നതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. അതായത് നമ്മുടെ മുൻപിൽ കാണുന്ന രാജ്യം, ശരീരം, ലോകം, ധനം, ധാന്യം, സമ്പത്ത് ഇവയെല്ലാം യഥാർത്ഥമാണെങ്കിലും അതൊന്നും നമുക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ ഫലം? അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളും ആയുസ്സും മിന്നൽ പിണർ പോലെയാണ്, വേഗത്തിൽ നശിച്ചു പോകും. ഇതിന് ഉദാഹരണം പറഞ്ഞാൽ എന്താ? ആയുസിനെ പറ്റി പറയുമ്പോൾ ചുട്ടുപഴുത്ത ലോകത്തിൽ വെള്ളം വീണാൽ അത് ആവിയായി പോകുന്നത് പോലെയാണ് മനുഷ്യജന്മം, അത് പെട്ടെന്ന് നശിച്ചു പോകും എന്നാണ് അതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലമാകുന്ന പാമ്പിൻ്റെ വായിലകപ്പെട്ട മനുഷ്യൻ എന്തു ചെയ്യുന്നു? ചഞ്ചലചിത്തരായിട്ട് സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പോകുന്നു. പുത്രൻ, മിത്രം, കളത്രം മുതലായവരോടുള്ള കൂടിച്ചേരൽ കുറച്ചു കാലത്തേക്ക് മാത്രമാണ്. വഴിയാത്രക്കാർ വഴിയമ്പലത്തിൽ ഒത്തുകൂടി പിരിഞ്ഞു പോകുന്നത് പോലെയും നദിയിലൂടെ ഒഴുകി വരുന്ന തടിക്കഷ്ണങ്ങൾ ഒന്നിച്ചുകൂടി വീണ്ടും അടുത്ത കുത്തൊഴുക്കിൽ അത് വേർപെട്ട് പോകുന്നത് പോലെയുമാണ് മനുഷ്യരുടെ ജീവിതം. ഒന്നും സ്ഥിരമല്ല. ഐശ്വര്യവും യൗവനവും മനുഷ്യർക്ക് സ്ഥിരമായി നിൽക്കുകയില്ല. പിന്നെ പറയുന്നു, ഭാര്യയോടൊത്തുള്ള ജീവിതം സ്വപ്നത്തിന് തുല്യമാണ്. മനുഷ്യായുസ് അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. രോഗം, അതുപോലെ തന്നെ ദ്വേഷം, മതം, മാത്സര്യം, ലോഭം ഇവ കൂടിക്കലർന്ന് മനുഷ്യനൊരിക്കലും ജീവിക്കാൻ പറ്റുകയില്ല. ഇങ്ങനെയുള്ള ജീവിതമെല്ലാം വെറും ക്ഷണികമാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ക്ഷണികത, അല്പാവസ്ഥയെ ഉദാഹരണ സഹിതം ശ്രീരാമൻ വിവരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ആൻസറാണ്. അതുപോലെ ചക്ഷുശ്രവണഗ്രസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ കലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ്സായി ഭോഗങ്ങൾ തേടുന്നു. കലാഹി എന്ന പദത്തിൻ്റെ ഔചിത്യം എന്ത് എന്ന് ചോദിക്കാം. നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഇതിന് വേണം. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡത്തിൽ നിന്നെടുത്ത ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗത്ത് ലക്ഷ്മണനെ ശ്രീരാമൻ ജീവിതത്തിൻ്റെ നശ്വരതകളെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കുപിതനായ, കോപാകുലനായ ലക്ഷ്മണനെ, കുപിതൻ അല്ലെങ്കിൽ കോപാകുലൻ രണ്ടിലേതെങ്കിലും പറയാം കേട്ടോ. ഓക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ നശ്വരത പറഞ്ഞ് അദ്ദേഹം ലക്ഷ്മണനോട് ജീവിതത്തിൻ്റെ നശ്വരത പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ശ്രീരാമൻ ഇവിടെ ചെയ്യുന്നത്. അതായത് കാലാഹി എന്നാൽ കാലമാകുന്ന പാമ്പ് എന്നാണ് അർത്ഥം. കവിതയിൽ എഴുത്തച്ഛൻ കാലത്തെ പാമ്പിനോടും മനുഷ്യനെ പാമ്പിൻ്റെ വായിലകപ്പെട്ട തവളയോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അതായത് കാലത്തെ പാമ്പിനോടും മനുഷ്യനെ പാമ്പിൻ്റെ വായിലകപ്പെട്ട തവളയോടും. പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത്, അങ്ങനെ അപേക്ഷിക്കുന്നുണ്ട് ഒരു പ്രയോജനമില്ല. എപ്പോൾ വേണമെങ്കിലും പാമ്പ് വിഴുങ്ങാം. പക്ഷേ തവള എന്ത് ചെയ്യും? അപ്പോഴും അതിന് ചുറ്റുവട്ടത്തോടി പോകുന്ന ജീവികളെ പിടിച്ചു കഴിക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെയാണ് മനുഷ്യരും. കാലമാകുന്ന പാമ്പിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന മനുഷ്യർ എന്ത് ചെയ്യുന്നു? ചഞ്ചല ചിത്തരായിട്ട് ഉപഭോഗ ആസക്തിയാൽ, അതായത് നമ്മൾ ഏതു നേരവും വിഴുങ്ങാം, പക്ഷെ അവരത് ബോധവാന്മാരല്ല. നാം സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പോകുന്നു എന്നാണ് പറയുന്നത്. ജീവിതം ക്ഷണികമാണെങ്കിലും അതും മനസ്സിലാക്കാതെ മനുഷ്യൻ സുഖത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് ശരി. പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ തവളയെ പോലെയാണെന്ന്, തവളയോടാണ് ഉപമിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഉപമയും വന്നിട്ടുണ്ട് കേട്ടോ. കാലത്തെ പാമ്പായി കൽപ്പിച്ചിരിക്കുന്നതിൽ നിന്നും നമ്മളെ അത് എപ്പോൾ വേണമെങ്കിലും വിഴുങ്ങാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ആധുനിക മനുഷ്യൻ ശരിക്ക് ചിന്തിക്കേണ്ട ഒരു പ്രവൃത്തി കൂടിയാണിത്. ഓക്കെ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ഈ വരികളിലെ ചമൽക്കാര ഭംഗി, അതായത്
ഇൻട്രൊഡക്ഷൻ സെയിം തന്നെ പറയുക. മോഹാവേശം കൊണ്ട് ഞാനെന്ന ഭാവത്തോടെ ലോകത്തെ ദഹിപ്പിക്കാനായി മുതിരുന്ന ലക്ഷ്മണനോട് ജീവിതത്തിൻ്റെ നശ്വരത പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എഴുത്തച്ഛൻ ശ്രമിക്കുകയാണ്. ആരിലൂടെ? ശ്രീരാമനിലൂടെ. ഓക്കെ. മനുഷ്യൻ കാമക്രോധ ലോപമോഹം കൊണ്ട് കുടുംബജീവിതം നയിക്കുന്നു. സമ്പത്തുകളും സുഖാനുഭവങ്ങളും സ്വന്തമാക്കാൻ മത്സരിക്കുന്നു. എന്നാൽ ഇവയെല്ലാം വിട്ട് ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവരാണ് നമ്മളെന്ന് ചിന്തിക്കുന്നില്ല. വഴിയാത്രക്കാർ ക്ഷീണം തീർക്കാനായി വഴിയമ്പലത്തിൽ ഒത്തുകൂടി അവ വേർപിരിഞ്ഞു പോകുന്നത് പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. പുത്രൻ, മിത്രം, കളത്രം എന്നിവരുടെ കൂടെ കുറച്ചു കാലം മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ എന്ന് പിരിഞ്ഞു പോകേണ്ടതാണെന്നും ഓർക്കണം. അതുമാത്രമല്ല, നദിയിലൂടെ ഒഴുകി വരുന്ന വിറകഷ്ണങ്ങൾ ഒന്നിച്ചുകൂടി അടുത്ത കുത്തൊഴുക്കിൽ അത് ഡൈവേർട്ടായി പോകുന്നു. അതായത് അത് വേർപിരിഞ്ഞു പോകുന്നു. അതുപോലെയാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതം. അതായത് എല്ലാ മനുഷ്യർക്കും വിയോഗം സഹജമാണ്. ഇത് മനസ്സിലാക്കി എന്താണ്, മതമത്സരങ്ങളൊന്നുമില്ലാതെ സമാധാനവും ഐശ്വര്യപൂർണവുമായ ജീവിതമാണ് നയിക്കേണ്ടത് എന്ന് ഈ വരികളിലൂടെ എഴുത്തച്ഛൻ പറയുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ല പരീക്ഷാ ദിനങ്ങൾ ആശംസിക്കുന്നു.